മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വതന്ത്ര പോരാട്ടങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറോട് ഒരിക്കൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അംബേദ്കറുടെ നിലപാട് ബ്രിട്ടീഷുകാരന്റെ ഭാഷ പഠിക്കുകയും ബ്രിട്ടീഷുകാരന്റെ ജോലി സ്വീകരിക്കുകയും ചെയ്ത ആളായിരുന്നു ഡോക്ടർ അംബേദ്കർ. അംബേദ്കറോട് ഗാന്ധിജി പറയുന്നു, മിസ്റ്റർ അംബേദ്കർ, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ ഈ തീരുമാനങ്ങൾ, ഈ നയങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിക്കുകയാണ്, പിന്നോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ തിരുത്തണമെന്ന് ഗാന്ധിജി അംബേദ്കറോട് പറയുന്നുണ്ട്. അംബേദ്കർ അതിന് നൽകുന്ന മറുപടി ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ ഏത് മാതൃരാജ്യത്തെ കുറിച്ചാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്? വി ഹാവ് ഡോൺ മദർലാൻഡ്. ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. വഴി നടക്കാൻ അവകാശമില്ലാത്ത, സവർണ തമ്പുരാക്കന്മാർ നടന്നു പോകുന്ന വഴികളിലൂടെ നടന്നു പോകാൻ അവകാശമില്ലാത്തവന്റെ മാതൃരാജ്യത്തെ കുറിച്ചാണോ താങ്കൾ ഞങ്ങളോട് സംസാരിക്കുന്നത്? പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്തവന്, പൊതുകിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവകാശമില്ലാത്തവന്, പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അവകാശമില്ലാത്തവന്റെ മാതൃരാജ്യത്തെ കുറിച്ചാണോ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത്? ഏത് മാതൃരാജ്യത്തെ കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്? ഇവിടെയുള്ള പിന്നോക്കക്കാരനും ദളിതനും സവർണ തമ്പുരാക്കന്മാർ നടന്ന വഴിയിലൂടെ നടക്കാൻ അവകാശം വാങ്ങിത്താൻ നിങ്ങൾ. ഞങ്ങൾ ഈ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേഗതയുണ്ടാക്കാം. അല്ലെങ്കിൽ ഏത് മാതൃരാജ്യത്തെ കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളോട് ഈ പറയുന്നത്? അപ്പൊ മനുഷ്യരുടെ സ്വാതന്ത്ര്യമില്ലാതാക്കപ്പെടുമ്പോ, അവരുടെ സമത്വത്തെ തല്ലി തകർക്കുമ്പോൾ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടക്കവും തുടർച്ചയും ഉണ്ടാകുന്നു. കേരളത്തിൽ ഇതിനേക്കാളും ഭീകരമായ ജാതി വ്യവസ്ഥകളുടെ ജീർണതകളിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ എത്ര അപകടകരമായ ജാതി വിശ്വാസങ്ങളുടെ ജീർണതകളിലാണ് ഇവിടെയുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത്. സഹോദരിമാർക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത, മാറുമറക്കാൻ അവകാശമില്ലാത്ത കേരളത്തെക്കുറിച്ചാണ് നമ്മൾ ഈ 22ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 21ാം നൂറ്റാണ്ടിന്റെ ഒടുവിലെല്ലാം ഈ നാടിനോട് പറയുന്നത്. മാറുമറക്കാൻ അവകാശമില്ലാത്ത സഹോദരിമാരുണ്ടായിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് മാറിടങ്ങൾ പൊത്തിപ്പിടിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികളുടെ കഥ പറയുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. മാംസം കഴിച്ചതിന്റെ പേരിൽ ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ ആൾക്കൂട്ടങ്ങൾ മർദ്ദിച്ചു കൊന്ന മനുഷ്യരുടെ കഥകൾ വായിച്ചവരാണ് നമ്മൾ. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ടങ്ങൾ മർദ്ദിച്ചു കൊന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഉപ്പ് എന്ന മലയാള വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ്. ഉപ്പ് എന്ന മലയാള വാക്ക് പറയാൻ അവകാശമില്ലാത്ത മനുഷ്യർ ജീവിച്ച ഒരു നാടിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. ഉപ്പ് എന്ന മലയാള വാക്ക് പറയാൻ നമുക്ക് വലിയ അത്ഭുതം തോന്നും. ഉപ്പ് എന്ന മലയാള വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് നവോത്ഥാനത്തെ കുറിച്ച് നമ്മൾ ഈ നാടിനോട്, ലോകത്തോട് പറയുന്നത്. ഞാനെന്ന് പറയാൻ അവകാശമില്ലാത്ത മനുഷ്യർ ജീവിച്ച ഒരു നാട്. ഞാനെന്ന് പറയാൻ ദളിതന് അവകാശമുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള പിന്നോക്കക്കാരന് അവകാശമുണ്ടായിരുന്നില്ല. അടിയനെന്നാണ് അവൻ പറയേണ്ടിയിരുന്നത്. ഉപ്പ് എന്ന് പറയാൻ അവകാശമുണ്ടായിരുന്നില്ല. പുളിച്ചത് എന്നാണ് അവൻ പറയേണ്ടിയിരുന്നത്. സ്വതന്ത്ര പോരാട്ടങ്ങളുമായി ഇതിനെതിരെയുള്ള നവോത്ഥാന പരിശ്രമങ്ങളുമായി അയ്യങ്കാളിയെ പോലെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹിമാനെ പോലെ ഭാരതന്മാരായ നേതാക്കന്മാരുടെ ഉദയങ്ങൾ ആ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഉണ്ടായി. ചാന്നാർ ലഹളയും വില്ലുവണ്ടി സമരവുമെല്ലാം കേരളത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ അത്ഭുതകരമായ നവോത്ഥാനത്തിന്റെ പരിശ്രമങ്ങളായി വർത്തമാന കേരളം രേഖപ്പെടുത്തുന്നുണ്ട്. ഐക്യ കേരളം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് 1914 അയ്യങ്കാളി കൊല്ലം ജില്ലയിലെ പീരങ്കി മൈതാനിയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചത് പുലിയ സ്ത്രീകളെയായിരുന്നു. പുലിയ സ്ത്രീകൾ അന്ന് കഴുത്തിൽ ഒരു മാല ധരിക്കുമായിരുന്നു. കല്ലുമാല സമരം എന്നാണ് നമ്മുടെ കുട്ടികൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ ആ നവോത്ഥാന പ്രവർത്തനത്തെ വായിക്കുന്നത്. കല്ലുകൊണ്ടും കുപ്പിച്ചില്ലുകൾ കൊണ്ടും ഒരു മാല അവർ ധരിക്കുമായിരുന്നു. ഞങ്ങൾ പുലിയ സ്ത്രീകളാണ് എന്ന് തിരിച്ചറിയാനായിരുന്നു ആ മാല അവർ ധരിച്ചിരുന്നത്. അയ്യങ്കാളി പീരങ്കി മൈതാനിയിൽ ആയിരക്കണക്കിന് ദളിത് സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടി കല്ലുമാല പൊട്ടിച്ചെറിയാൻ ആവശ്യപ്പെടുന്നു. ആ മാല പൊട്ടിച്ചെറിയുകയും അന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ 5 മീറ്ററുകളോളം ഉയരത്തിലാണ് കുപ്പിച്ചില്ലുകളും കല്ലുകളും പീരങ്കി മൈതാനിയിൽ കൂട്ടിയിടപ്പെട്ടത്. ഇവിടെ ജീവിക്കാൻ മതത്തിന്റെ പേരിൽ ജീർണ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാന പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത്.